ആകാശവാണി കോഴിക്കോട്. സാഹിത്യരംഗം. എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്നാദ്യം രഞ്ജിത്ത് നടവയൽ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. തീപ്പൂക്കൾ കുടഞ്ഞിട്ടത്. കടൽക്കരയിലെ മണൽത്തീരത്ത് ഒരു കാക്ക ആകാശത്തുനിന്ന് അടർന്നു വീഴുന്നു. വിശപ്പു തേടി അലയുന്ന ഒരു കൂട്ടം നായ്ക്കൾ ഫോട്ടോഗ്രാഫർക്ക് ഒരു ഫ്രെയിം നൽകുന്നു. കടൽക്കരയിലെ മണൽത്തീരത്ത് ഒരു കാക്ക ആകാശത്തുനിന്ന് അടർന്നു വീഴുന്നു. വിശപ്പു തേടി അലയുന്ന ഒരു കൂട്ടം നായ്ക്കൾ ഫോട്ടോഗ്രാഫർക്ക് ഒരു ഫ്രെയിം നൽകുന്നു. കനൽ കൊണ്ട് കക്കവാരുന്ന മുക്കുവ പെൺകിടാങ്ങൾ ഓർമ്മ നഷ്ടപ്പെട്ടവരുടെ പാട്ടിനായി കാതോർക്കുന്നു. ലോകജീവിതത്തിന്റെ പ്ലാൻ വരയ്ക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ദൈവം ക്യാൻവാസും നിറങ്ങളും ചെകുത്താനെ ഏൽപ്പിച്ച് ഉറങ്ങാൻ പോകുന്നു. കനൽ കൊണ്ട് കക്കവാരുന്ന മുക്കുവ പെൺകിടാങ്ങൾ ഓർമ്മ നഷ്ടപ്പെട്ടവരുടെ പാട്ടിനായി കാതോർക്കുന്നു. ലോകജീവിതത്തിന്റെ പ്ലാൻ വരയ്ക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ദൈവം ക്യാൻവാസും നിറങ്ങളും ചെകുത്താനെ ഏൽപ്പിച്ച് ഉറങ്ങാൻ പോകുന്നു. 3 വരകൾ കൊണ്ട് ചെകുത്താൻ ആ പ്ലാൻ വളരെ വേഗം പൂർത്തിയാക്കുന്നു. 3 വരകൾ കൊണ്ട് ചെകുത്താൻ ആ പ്ലാൻ വളരെ വേഗം പൂർത്തിയാക്കുന്നു. മനോരോഗം ബാധിച്ച ഒരു പനിനീർ പുഷ്പം പാതിരാത്രിയിൽ നിലാവിനെ ചീത്ത വിളിക്കുന്നു. മനോരോഗം ബാധിച്ച ഒരു പനിനീർ പുഷ്പം പാതിരാത്രിയിൽ നിലാവിനെ ചീത്ത വിളിക്കുന്നു. മുക്കുവ പെൺകുടികളിലൊരാൾ അസ്തമയത്തിന്റെ നിറം കൊണ്ട് മണലിൽ കളമെഴുതിക്കൊണ്ടിരിക്കുന്നു. മുക്കുവ പെൺകുടികളിലൊരാൾ അസ്തമയത്തിന്റെ നിറം കൊണ്ട് മണലിൽ കളമെഴുതിക്കൊണ്ടിരിക്കുന്നു. അവിഹിതമായി ഗർഭം ധരിച്ച വസന്തം ഏപ്രിലിനെ ശപിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിഹിതമായി ഗർഭം ധരിച്ച വസന്തം ഏപ്രിലിനെ ശപിച്ചുകൊണ്ടേയിരിക്കുന്നു. കാലമെത്ര മാറിയിട്ടും നിലാവും കാറ്റുമെന്തേ സ്വപ്നങ്ങളെ അനുകരിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാലമെത്ര മാറിയിട്ടും നിലാവും കാറ്റും എന്തേ സ്വപ്നങ്ങളെ അനുകരിച്ചുകൊണ്ടേയിരിക്കുന്നത്. മഴ എഴുതിയത്. നിന്നെ പൊതിയാനൊരു പകൽ കടമെടുത്തിട്ടുണ്ട് ഞാൻ. ഓർമ്മയിൽ നീ എനിക്ക് നൽകിയ മഴക്കാറിൽ ചാലിച്ച സ്വപ്നത്തുമ്പികൾക്ക് പകരം. നിന്നെ പൊതിയാനൊരു പകൽ കടമെടുത്തിട്ടുണ്ട് ഞാൻ. ഓർമ്മയിൽ നീ എനിക്ക് നൽകിയ മഴക്കാറിൽ ചാലിച്ച സ്വപ്നത്തുമ്പികൾക്ക് പകരം. ഈയലുകളുടെ ഗന്ധമില്ലാത്ത മണൽപ്പാതകളിൽ നിനക്കായി ഒരുക്കണം മുൾപ്പൂപ്പാറ്റകൾ കൊണ്ടൊരു കിടക്ക. ഈയലുകളുടെ ഗന്ധമില്ലാത്ത മണൽപ്പാതകളിൽ നിനക്കായി ഒരുക്കണം മുൾപ്പൂമ്പാറ്റകൾ കൊണ്ടൊരു കിടക്ക. പാതി വെന്തുപോയ മഴ കൊണ്ട് വിരിക്കണം നിനക്ക് മാത്രമായി ഒരു പരവതാനി. പാതി വെന്തുപോയ മഴ കൊണ്ട് വിരിക്കണം നിനക്ക് മാത്രമായി ഒരു പരവതാനി. മരുഭൂമിക്കപ്പുറം ഒരു സ്വപ്നം കരിഞ്ഞ ഗന്ധം തലയ്ക്ക് മത്തു പിടിപ്പിക്കുന്നുണ്ട്. മരുഭൂമിക്കപ്പുറം ഒരു സ്വപ്നം കരിഞ്ഞ ഗന്ധം തലയ്ക്ക് മത്തു പിടിപ്പിക്കുന്നുണ്ട്. നീ മടുപ്പാണ് പാമ്പുരിഞ്ഞിട്ട തോലുപോലെ. നീ മടുപ്പാണ് പാമ്പുരിഞ്ഞിട്ട തോലുപോലെ. വരണ്ട പുഴയിൽ സൗഹൃദം കൊത്തിത്തിന്നാൻ മറന്നുപോയി നീ. വരണ്ട പുഴയിൽ സൗഹൃദം കൊത്തിത്തിന്നാൻ മറന്നുപോയി നീ. ഭൂമിയിൽ നിന്നും അടർന്നുപോയ പുഴ ആകാശത്തെ ഉമ്മ വയ്ക്കാൻ മറക്കുന്നു. ഭൂമിയിൽ നിന്നും അടർന്നുപോയ പുഴ ആകാശത്തെ ഉമ്മ വയ്ക്കാൻ മറക്കുന്നു. ഒരു കരച്ചിലിന്റെ അഴുകിയ ചൂര് ദംഷ്ട്രകൾ പിന്നിലാക്കി നക്കുന്നുണ്ട് പലരും. ഒരു കരച്ചിലിന്റെ അഴുകിയ ചൂര് ദംഷ്ട്രകൾ പിന്നിലാക്കി നക്കുന്നുണ്ട് പലരും. ഋതുക്കൾ ഞങ്ങളുടെ ചട്ടിയിൽ വറകൊള്ളുമ്പോൾ നിനക്ക് താളിക്കാൻ വേണ്ടി മാത്രം ഞാൻ വയ്ക്കും വരണ്ട് ഉണങ്ങിയ ഈ സ്വപ്നഭൂമി. ഋതുക്കൾ
ഞങ്ങളുടെ ചട്ടിയിൽ വറകൊള്ളുമ്പോൾ നിനക്ക് താളിക്കാൻ വേണ്ടി മാത്രം ഞാൻ വെക്കും വരണ്ടുണങ്ങിയ ഈ സ്വപ്നഭൂമി. പ്രഭാതം. ഇരുട്ടിൻ കുഴലിൽ നിന്ന് രാത്രിയുടെ മോചനം. ഇരുട്ടിൻ കുഴലിൽ നിന്ന് രാത്രിയുടെ മോചനം. ഇരുട്ട് ഉലഞ്ഞപ്പോൾ കൊല്ലപ്പെട്ടുപോയ ഉറക്കങ്ങളുടെ മൃതദേഹങ്ങൾ രാത്രിയുടെ മോർച്ചറിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉറ്റവർ ഏറ്റെടുക്കാനില്ലാതെ എംബാം ചെയ്ത് പുറത്ത് കിടത്തിയിരിക്കുന്നു. ഇരുട്ട് ഉലഞ്ഞപ്പോൾ കൊല്ലപ്പെട്ടുപോയ ഉറക്കങ്ങളുടെ മൃതദേഹങ്ങൾ രാത്രിയുടെ മോർച്ചറിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉറ്റവർ ഏറ്റെടുക്കാനില്ലാതെ എംബാം ചെയ്ത് പുറത്ത് കിടത്തിയിരിക്കുന്നു. മധ്യാഹ്നം. പകലിന്റെ ഹ്രസ്വചിത്രം ഒറ്റ ഷോട്ടിൽ പകർത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട സൂര്യൻ ഫ്രെയിമും ആംഗിളും മാറ്റി കട്ടുകളുടെ പരമ്പര സൃഷ്ടിക്കുന്നു. പകലിന്റെ ഹ്രസ്വചിത്രം ഒറ്റ ഷോട്ടിൽ പകർത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട സൂര്യൻ ഫ്രെയിമും ആംഗിളും മാറ്റി കട്ടുകളുടെ പരമ്പര സൃഷ്ടിക്കുന്നു. സന്ധ്യ. മേനി മുഴുവൻ കുങ്കുമം വാരിത്തേച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓടിക്കളിക്കുന്ന ഭ്രാന്തിപ്പെണ്ണ്. പാവം, അവൾ അറിയുന്നില്ലല്ലോ പകലിനാലോ രാവിനാലോ ഏത് നിമിഷവും അവൾ ഇരയാക്കപ്പെടുമെന്ന്. മേനി മുഴുവൻ കുങ്കുമം വാരിത്തേച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓടിക്കളിക്കുന്ന ഭ്രാന്തിപ്പെണ്ണ്. പാവം, അവൾ അറിയുന്നില്ലല്ലോ പകലിനാലോ രാവിനാലോ ഏത് നിമിഷവും അവൾ ഇരയാക്കപ്പെടുമെന്ന്. വിഷം പുരട്ടിയ ചുംബനങ്ങൾ. തെരുവപ്പുല്ല് അതിരുമേയുന്ന കാടിന്റെ അറ്റത്ത് പകലുറങ്ങി രാത്രിയിൽ ദുശാസന ശാസനകൾ നൽകുന്നൊരു രാജാവുണ്ട്. തെരുവപ്പുല്ല് അതിരുമേയുന്ന കാടിന്റെ അറ്റത്ത് പകലുറങ്ങി രാത്രിയിൽ ദുശാസന ശാസനകൾ നൽകുന്നൊരു രാജാവുണ്ട്. അക്ഷരങ്ങളെ പൂട്ടിയിട്ട പത്തായപ്പുരകളിൽ നിന്ന് രക്ഷപ്പെട്ട പുറത്തുവന്ന് ഒന്നോ രണ്ടോ അക്ഷരങ്ങൾ രക്ഷപ്പെടാനായി ഓടിയപ്പോൾ വിഷച്ചൂരടിച്ചാണ് ആ ഗ്രാമവാസികളിലെ 2 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടത്. അക്ഷരങ്ങളെ പൂട്ടിയിട്ട പത്തായപ്പുരകളിൽ നിന്ന് രക്ഷപ്പെട്ട പുറത്തുവന്ന ഒന്നോ രണ്ടോ അക്ഷരങ്ങൾ രക്ഷപ്പെടാനായി ഓടിയപ്പോൾ വിഷച്ചൂരടിച്ചാണ് ആ ഗ്രാമവാസികളിലെ 2 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടത്. മുള്ളുമാത്രം വിരിയുന്ന ചെടികളിൽ നിന്ന് മുള്ളുകൾ അടർത്തി തിന്ന് അജീർണം പിടിക്കാതെ രാവും പകലും കഴിച്ചുകൂട്ടും ആ ഗ്രാമവാസികൾ. മുള്ളുമാത്രം വിരിയുന്ന ചെടികളിൽ നിന്ന് മുള്ളുകൾ അടർത്തി തിന്ന് അജീർണം പിടിക്കാതെ രാവും പകലും കഴിച്ചുകൂട്ടും ആ ഗ്രാമവാസികൾ. ഒഴുകുന്ന പുഴ, ഇളകുന്ന ഇലകൾ, ചലിക്കുന്ന കാറ്റ്, പറക്കുന്ന പക്ഷികൾ, അവയൊക്കെ പെട്ടെന്ന് ചലനം നഷ്ടപ്പെട്ട് പ്രതിമകളായി. ഒഴുകുന്ന പുഴ, ഇളകുന്ന ഇലകൾ, ചലിക്കുന്ന കാറ്റ്, പറക്കുന്ന പക്ഷികൾ, അവയൊക്കെ പെട്ടെന്ന് ചലനം നഷ്ടപ്പെട്ട് പ്രതിമകളായി. മല, പാടം, താഴ്വാരം ഇവർ ലെഫ്റ്റ് റൈറ്റ് മാർച്ച് ചെയ്ത് ഗ്രാമം വിട്ടുപോയി. മല, പാടം, താഴ്വാരം ഇവർ ലെഫ്റ്റ് റൈറ്റ് മാർച്ച് ചെയ്ത് ഗ്രാമം വിട്ട് പോയി. മഴകൾ കാർക്കിച്ചു തുപ്പുന്ന, വെയിലുകൾ ഓക്കാനിക്കുന്ന ഗ്രാമത്തിലെ പകലുകൾക്ക് ആരോ പറഞ്ഞ അശ്ലീലത്തിന്റെ വാടയായിരുന്നു. മഴകൾ കാർക്കിച്ചു തുപ്പുന്ന, വെയിലുകൾ ഓക്കാനിക്കുന്ന ഗ്രാമത്തിലെ പകലുകൾക്ക് ആരോ പറഞ്ഞ അശ്ലീലത്തിന്റെ വാടയായിരുന്നു. നിലാവിനെ വെടിവെച്ചു കൊല്ലുന്ന രാത്രികളിൽ രാജാവ് ഇപ്പോഴും ഉറങ്ങാറില്ലത്രേ. നിലാവിനെ വെടിവെച്ചു കൊല്ലുന്ന രാത്രികളിൽ രാജാവ് ഇപ്പോഴും ഉറങ്ങാറില്ലത്രേ. രഞ്ജിത്ത് നടവയൽ എഴുതി അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ. ഇനി ജയശ്രീ കോലഞ്ചേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം.
ഞാൻ എന്നെ ഓർത്തെടുക്കുമ്പോൾ നിലയില്ലാത്ത ആഴത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സ്വപ്നം കണ്ടാണ് ഉറക്കമുണർന്നത്. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കുറച്ചധികം സമയം വേണ്ടി വന്നു. ഇന്ന് ഇത്രയധികം ഉറങ്ങിപ്പോയിട്ടുണ്ട്. ചരട് വലിച്ച് കർട്ടൻ മെല്ലെ പൊന്തിച്ചു. നേരം വെളുത്തല്ലോ. പുലർച്ചെ നല്ല മഴ പെയ്തു എന്ന് തോന്നുന്നു. വെള്ളത്തുള്ളികൾ ഇറ്റുവീഴുന്ന നനുത്ത ശബ്ദം കേൾക്കാം. അതും കേട്ടുകിടക്കുമ്പോൾ അധികം ദൂരെയല്ലാത്ത ഒരു കാലം ഓർമ്മയിലെത്തി. മഴക്കാലങ്ങളിൽ, അതുപോലെ മഞ്ഞു പെയ്യുന്ന കാലങ്ങളിൽ അതിരാവിലെ എഴുന്നേറ്റ് മെല്ലെ വീഴുന്ന മഴത്തുള്ളികളെയും മഞ്ഞുതുള്ളികളെയും നോക്കിയിരിക്കുന്നത് ഹരിയേട്ടന് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തുടങ്ങി. ഇല്ല, താൻ കരയില്ല. ഹരിയേട്ടന് കൊടുത്ത വാക്കാണ്. സ്വയം നിയന്ത്രിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. ഇനി ഒത്തിരി നേരം കിടക്കാൻ പറ്റില്ല. ആനിമോൾ വരും. ഓർത്തതേയുള്ളൂ. അവളുടെ കിലുകിലാ വർത്തമാനം കേട്ടു തുടങ്ങി. അവളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ കണ്ണടച്ച് ഉറക്കം നടിച്ചു കിടന്നു. അല്ല, ഇനിയും ഉറങ്ങുകയാണോ? നേരെ എത്രയെന്നാ വിചാരം? എനിക്ക് പല്ല് തേക്കണ്ടേ? എല്ലാവരും പ്രയർ ഹാളിൽ എത്താറായി. ഇനി കിടക്കാൻ പറ്റില്ല. ചിരിച്ചുകൊണ്ട് കണ്ണു തുറന്നു. ആഹാ, എന്നെ പറ്റിക്കാൻ വേണ്ടി ഉറക്കം നടിച്ചതല്ലേ? എണീറ്റേ. അവൾ മെല്ലെ പിടിച്ചു വീൽചെയറിലേക്ക് ഇരുത്തി. നമുക്കിന്ന് വേഗം റെഡിയാവണം. ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവൾ പറഞ്ഞു. 20 വയസ്സേ ആയിട്ടുള്ളൂ ആനിക്കുട്ടിക്ക്. പക്ഷേ എത്രയോ അനുഭവ പരിചയമുള്ള പോലെയാണ് അവൾ എല്ലാവരെയും പരിചരിക്കുന്നത്. തന്നെ ടീച്ചറമ്മ, വിമലമ്മ, അമ്മച്ചി എന്നൊക്കെ അവർക്ക് തോന്നും പോലെയാണ് വിളിക്കുക. ടീച്ചറമ്മേ, മുടി ഒന്ന് കട്ട് ചെയ്യണം. നമുക്ക് യൂക്കട്ടാക്കിയാലോ? നെറുകയിൽ രാസ്നാദിപ്പൊടി തിരുമ്മിത്തരുമ്പോൾ അവൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാ? നമുക്കൊന്ന് മുട്ടയടിക്കാം. മോൾക്ക് പിന്നെ എന്റെ തല തോർത്തി തരേണ്ട ബുദ്ധിമുട്ടില്ലല്ലോ. അയ്യടാ, അത് മനസ്സിലിരിക്കട്ടെ. ഞാൻ നല്ല സ്റ്റൈലാക്കി നാളെ വെട്ടിത്തരാം കേട്ടോ. ഇനി ഈ ഗുളിക കഴിച്ചേ. ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് കഴിക്കാനുള്ളതാണ്. ഗുളിക കഴിച്ച് മുറിക്ക് പുറത്തിറങ്ങി. പ്രയർ ഹാളിൽ എത്തിയപ്പോൾ എല്ലാവരും ഹാജർ. വീൽചെയറിൽ എത്തുന്ന ഒരേ ഒരാൾ താൻ മാത്രം. പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രം സ്തുതിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം എന്നത്തെയും പോലെ കുറച്ച് ശ്വസന വ്യായാമങ്ങൾ. അതുകഴിഞ്ഞ് ഭക്ഷണ ഹാളിലേക്ക് എല്ലാവരും നടന്നു. തന്റെ വീൽചെയർ ഉന്തിക്കൊണ്ട് ആനിമോൾ പുറകെ വന്നു. ഭക്ഷണമുറി സജീവമായിരുന്നു. ആനി, നിന്റെ വിമലമ്മ ഇന്ന് നല്ല സ്മാർട്ടായിട്ടുണ്ട് കേട്ടോ. ആരോ പറയുന്നത് കേട്ടു. ആ, ഞാനല്ലേ നോക്കുന്നേ? എന്തോ അത് കേട്ടപ്പോൾ ഉള്ളൊന്ന് വല്ലാതെ പിടഞ്ഞു. തളർന്നു തൂങ്ങിക്കിടക്കുന്ന കൈകാലുകളുടെ തളർച്ച ഒന്നുകൂടെ അധികമാവുന്നത് പോലെ. ഇപ്പോഴും പരസഹായമില്ലാതെ ഒന്നിനും വയ്യ. ഇടയ്ക്കിടെ മുറിഞ്ഞു പോകുന്ന ഓർമ്മകൾ. തന്റെ മുഖഭാവം മാറിയത് ആനിമോൾ ശ്രദ്ധിച്ചിരുന്നോ? ഇന്നു മുതൽ ഒറ്റയ്ക്ക് കഴിച്ചു നോക്കിയാലോ? ഈ സ്പൂൺ ഒന്ന് പിടിച്ചേ. അവളി പറയുന്നത് കേട്ടപ്പോൾ ചിരി വന്നു. പക്ഷേ പുറത്തേക്ക് ഭാവിച്ചില്ല. ഇപ്പോൾ വലതുകൈ കുറേശ്ശെ ഉയർത്താം. ഇതുവരെ ഒന്നും പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ശ്രദ്ധയോടെ അവൾ ഒരു സ്പൂൺ എടുത്ത് കയ്യിൽ പിടിപ്പിച്ചു. ഒന്ന് മുറുക്കെ പിടിച്ചേ. കൈ മടക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. സ്പൂൺ പ്ലേറ്റിൽ തന്നെ വീണു. ഒന്നുകൂടെ. അതെ, ഇപ്പോൾ വായ വരെ കൈ എത്തുന്നുണ്ട്. അമ്മ ചെയ്താ ഒറ്റയ്ക്ക് കഴിക്കുന്നേ. ഹായ്. അവൾ സന്തോഷത്തോടെ വിളിച്ചുകൂവി. നഴ്സറി കുട്ടികളെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പരിശീലിപ്പിക്കുന്നത് പോലെയുണ്ട് അല്ലേ? താനും ചിരിച്ചുപോയി. ഇനി അമ്മച്ചി ഒറ്റയ്ക്ക് പോകൂലേ സിറ്റൗട്ടിലേക്ക്? ഞാൻ വരണ്ടല്ലോ. എനിക്കിവിടെ കുറച്ച് പണിയുണ്ടേ. വാഷ് ബേസിനിൽ നിന്ന് വായും മുഖവും കഴുകി തരുമ്പോൾ അവൾ പറഞ്ഞു. ആനി പോയിക്കോ, ഞാൻ വിമല ടീച്ചറുടെ കൂടെ പോകാം. അടുത്ത മുറിയിലെ മെറിൻ സിസ്റ്റർ പറഞ്ഞു. ഇടതു കൈകൊണ്ട് ഇപ്പോൾ മെല്ലെ ചക്രം തിരിക്കാം. അധികം പറ്റില്ല എന്നേയുള്ളൂ. മെല്ലെ ചക്രങ്ങൾ ഉരുട്ടി പൂമുഖത്തേക്ക് നടന്നു. അവിടെ 1-2 പേർ പേപ്പർ വായിക്കുന്നുണ്ട്. മുന്നിലുള്ള പത്രത്താളുകൾ മറിച്ചു നോക്കി. വായിക്കാൻ തോന്നുന്നില്ല. വെറുതെ മുറ്റത്തിനപ്പുറത്തെ തോട്ടത്തിലേക്ക് നോക്കിയിരുന്നു. ഈ അഗതി മന്ദിരത്തിലെ തന്നെ കുറച്ചു കുട്ടികൾ ചെടികൾക്കിടയിലെ പുല്ല് പറിക്കുന്നുണ്ട്. മുറ്റത്തെ വലിയൊരു ഇലച്ചെടിയുടെ ഇലകളിൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികളിൽ സൂര്യപ്രകാശം തട്ടി പ്രതിഫലിച്ചു തിളങ്ങുന്ന 1000 സൂര്യന്മാരെ കാണിച്ചു തന്ന അച്ഛനെ ഓർമ്മ വന്നു. ഒന്ന് കണ്ണടച്ചാൽ ആ കാലം ഇപ്പോൾ കൺമുന്നിൽ കാണാം. അത്രമാത്രം. ആ ഓർമ്മയിൽ എത്ര നേരം ഇരുന്നെന്നറിയില്ല. ആനിമോൾ വന്ന് വിളിച്ചപ്പോഴാണ് സ്ഥലകാലബോധം ഉണ്ടായത്. അല്ല, നമുക്കിനെയും മരുന്ന് കഴിക്കണ്ടേ? റൂമിലേക്ക് പോവാം. അത് കഴിഞ്ഞ് കുറച്ചു നേരം കിടക്കണം. ഡോക്ടർ പറഞ്ഞത് മറന്നോ? അവളുടെ കൂടെ റൂമിലേക്ക് പോകുമ്പോഴാണ് ആരോ 2 പേർ, ഭാര്യയും ഭർത്താവും ആണെന്ന് തോന്നുന്നു, അടുത്തുള്ള ഓഫീസ് റൂമിലെ സിസ്റ്റർമാരോട് സംസാരിക്കുന്നത് കണ്ടത്. ആ ശബ്ദം എവിടെയോ കേട്ടതുപോലെ. തലതിരിച്ചു നോക്കിയെങ്കിലും അവരെ കണ്ടില്ല. അപ്പോഴേക്കും ആനിമോൾ തന്നെയും കൊണ്ട് റൂമിലെത്തിയിരുന്നു. അത്രയും പരിചയമായ ഒരു ശബ്ദം. തനിക്ക് വേണ്ടപ്പെട്ട ആരോ ആണ്. എത്ര ഓർത്തു നോക്കിയിട്ടും കിട്ടുന്നില്ല. അതെ, വേണ്ടപ്പെട്ട ആരോ ആണ്. അപ്പോഴേക്കും വാതിൽക്കലൊരു മുട്ട് കേട്ടു. ആനി വേഗം ഓടിപ്പോയി വാതിൽ തുറന്നു. നോക്കുമ്പോൾ നേരത്തെ വന്ന 2 പേർ. തന്നെ കണ്ടതും 2 പേരും ഒരേ നിൽപ്പാണ്. ആരാ മനസ്സിലായില്ലല്ലോ. വിമലേച്ചി, എന്നെ മറന്നോ? വിമലേച്ചി, ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ഇനിയും എന്നെ മനസ്സിലായില്ലേ? തലച്ചോറിൽ ഒരു ചുഴലിക്കാറ്റ് വീശുന്ന അനുഭവം. മെല്ലെ മെല്ലെ ചിത്രങ്ങൾ വ്യക്തമായി തുടങ്ങി. കനകമ്മ. താൻ മെല്ലെ മന്ത്രിച്ചു. അതെ, കനകമ്മയും കണ്ണനുമാണ് ഞങ്ങൾ. എത്ര അന്വേഷിച്ചു ഞങ്ങൾ. ഒരു വിവരവുമില്ലാതായിട്ട് 7 വർഷമായില്ലേ?
സന്തോഷമോ സങ്കടമോ കൊണ്ട് അടഞ്ഞ ശബ്ദത്തിലാണ് കനകമ്മ സംസാരിച്ചത്. അവൾ എഴുന്നേറ്റു. മെല്ലെ വീൽചെയറിൽ നിന്ന് കട്ടിലിലേക്ക് ഇരുത്താൻ ശ്രമിച്ചു. ആനി, ഇതാണ് കനകമ്മ, എന്റെ ഒരു മോൾ തന്നെ. അപ്പോഴാണ് കനകമ്മയും ആനിയെ ശ്രദ്ധിച്ചത്. മോളാണോ ഇപ്പോൾ വിമലേച്ചിയെ നോക്കുന്നേ? ഭാഗ്യമുള്ള കുട്ടിയാ നീ. എന്നെപ്പറ്റി ഇനിയെല്ലാം വിമലമ്മ നിനക്ക് പറഞ്ഞു തരും ട്ടോ. കണ്ണനും കനകമ്മയുടെ അടുത്തായിരുന്നു. ഹരിയേട്ടൻ? അവൻ മെല്ലെ ചോദിച്ചു. പോയി. ഞങ്ങൾ മോന്റെ അടുത്തേക്ക് അമേരിക്കയ്ക്ക് പോകുമ്പോഴായിരുന്നല്ലോ നിങ്ങൾ അവസാനം കണ്ടത്. അതിനുശേഷം മോന്റെ കമ്പനി മാറി. ഞങ്ങളും പുതിയ സ്ഥലത്തേക്ക് താമസം മാറി. ആ അഡ്രസ് നിങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും മോന്റെ കല്യാണം കഴിഞ്ഞ വാവ ആയിരുന്നല്ലോ. ഒരു ദിവസം വാവയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹരിയേട്ടന് വയ്യാതായത്. പിന്നെ തുടരാൻ കഴിഞ്ഞില്ല. ആ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ എപ്പോഴും എന്ന പോലെ ഒരു ഇരുട്ട് വന്നു മൂടി. കരയരുത് എന്ന ഹരിയേട്ടന്റെ ശാസന അനുസരിക്കാൻ പണിപ്പെട്ടു കരച്ചിൽ നിർത്തി. ഞങ്ങൾ ഇവിടേക്ക് ഇടയ്ക്ക് വരാറുണ്ട്, കനകമ്മ മെല്ലെ പറഞ്ഞു. അതെ, ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടുപേരെയും. ആനിമോളാണ് പറഞ്ഞത്. അപ്പോ ഇവിടെ വിമലേച്ച് വന്നിട്ട് 6 മാസമായിട്ടേയുള്ളൂ. ഹരിയേട്ടൻ പോയാൽ പിന്നെ ഞാൻ മോന്റെ കൂടെ തന്നെ ആയിരുന്നല്ലോ. അവന് ഇടയ്ക്കിടയ്ക്ക് സ്ഥലമാറ്റമാണ്. കഴിഞ്ഞ വർഷമാണ് പാരലൈസിസ് വന്നത്. കുറച്ചു ഭേദമായപ്പോൾ നാട്ടിലെ ഒഴിച്ചിലും മറ്റും ഇതിന് നല്ലതാണെന്ന് പറഞ്ഞ് മോന്റെ ഇഷ്ടക്കേട് വകവയ്ക്കാതെ ഞാൻ നാട്ടിലേക്ക് പോന്നു. ഇവിടെ താമസമായി. അവന് ഒത്തിരി വിഷമമാണ്. പക്ഷേ അവിടെ ഞാൻ കാരണം മോനും മരുമകളും ബുദ്ധിമുട്ടുന്നത് എനിക്ക് കാണാൻ വയ്യ. സന്ദർശകർക്കുള്ള ചായയുമായി സിസ്റ്റർമാർ വന്നു. അവരുടെ കണ്ണുകളിലും ആകാംക്ഷ കാണാം. കുറച്ചു സമയം മുറിയിലിരുന്ന ശേഷം ഒത്തിരി സന്തോഷത്തോടെ ഉടനെ വീണ്ടും വരാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇറങ്ങി. അവർ പോയി കഴിഞ്ഞതിന് ശേഷം വല്ലാത്തൊരു തളർച്ച തോന്നി. ആനി കട്ടിലിൽ തന്നെ താങ്ങിയിരുന്ന സ്റ്റാൻഡ് എടുത്തു മാറ്റി കിടക്കയിലേക്ക് കിടത്തി. എത്ര നേരം ഉറങ്ങിയെന്നറിയില്ല. ടീച്ചറമ്മേ എന്നെ വിളി കേട്ടാണ് കണ്ണു തുറന്നത്. ഇത് എന്തൊരു ഉറക്കാണ്, ഞാൻ പേടിച്ചു പോയിട്ടോ. ആനിമോളുടെ കണ്ണുകളിൽ പരിഭ്രമം. സമയം 2 ആവാനായി. നമുക്ക് ഊണ് കഴിക്കണ്ടേ? ഇനി മെസ് ഹാളിലേക്ക് പോവണ്ട, നമുക്ക് ഇവിടുന്ന് കഴിക്കാം. എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ മെല്ലെ വാരിത്തന്നു. എല്ലാം കഴിപ്പിച്ചു. വായ കഴുകി തന്ന് മെല്ലെ ടവൽ കൊണ്ട് മുഖം തുടച്ചു തരുമ്പോൾ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. തനിക്ക് പിറക്കാതെ പോയ മകളാണോ ഇവൾ? അമ്മച്ചിയുടെ മോള് തന്നെയാ ഞാൻ, ഒട്ടും സംശയം വേണ്ട. തന്റെ മനസ്സ് വായിച്ചെന്ന പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ ഒരു കുഞ്ഞിനെ എന്നോണം വാരിയെടുത്ത് ഉമ്മ വയ്ക്കാൻ തോന്നിപ്പോയി. ഇന്നത്തെ ഉച്ചവർത്തമാനത്തിന് എങ്ങോട്ടാ പോയണ്ടേ? ഇന്ന് എവിടേക്ക് പോവാനും തോന്നണില്ല. നമുക്കിന്ന് ഇവിടെ തന്നെ ഇരിക്കാം. അത് പറ്റില്ല, മുറിയിൽ ഇങ്ങനെ അടച്ചിട്ടിരുന്നാൽ ശരിയാവില്ല. ഇന്ന് ലൈബ്രറിയിൽ പോയാലോ? പഴമ തോന്നിപ്പിക്കും വിധമാണ് ലൈബ്രറി സജ്ജീകരിച്ചിരിക്കുന്നത്. പുതിയ പുസ്തകം വന്നാൽ എത്തിയ ഉടനെ തനിക്ക് ലൈബ്രറി ചാർജുള്ള സിസ്റ്റർ എടുത്തു തരും. മനസ്സതിൽ തട്ടി നിന്നു. പണ്ടത്തെ കാര്യങ്ങൾ തനിക്ക് ഇപ്പോഴും കുറച്ചേ ഓർമ്മ വരുന്നുള്ളൂ. ഹരിയേട്ടനെയും മോനെയും ഇപ്പോൾ ഓർക്കാം. അതുപോലെ കുട്ടിയാവുമ്പോഴുള്ള കുറച്ചു കാര്യങ്ങളും. പിന്നെ എന്തായിരുന്നു? ആലോചിക്കുമ്പോൾ ഒരു ഇരുട്ടുഗുഹയിലേക്ക് നടന്നു കയറും പോലെ തോന്നും. ആനിമോൾ മറ്റു പുസ്തകങ്ങളുടെ അടുത്തായിരുന്നു. കിലുക്കാമ്പെട്ടിയായ അവൾ നിശബ്ദമായിരിക്കുന്നത് ഈ ലൈബ്രറിയിൽ എത്തുമ്പോൾ മാത്രമാണ്. കയ്യിൽ 1-2 പുസ്തകങ്ങളുമായി അവൾ അടുത്തെത്തി. എന്താ വിമലേച്ചി ആലോചിക്കുന്നത്? എന്റെ കയ്യിലുള്ള പുസ്തകം വാങ്ങി അവൾ നോക്കി. ഓർമ്മശക്തി വർദ്ധിപ്പിക്കും കാര്യങ്ങൾ. അതിന് അമ്മച്ചിയുടെ ഓർമ്മ കുറേയൊക്കെ തിരിച്ചു കിട്ടിയല്ലോ. ഇന്ന് വന്ന കനകമ്മയെയും കണ്ണനെയും ഓർത്തെടുത്തില്ലേ? അപ്പോഴാണ് താനും അതിനെപ്പറ്റി ആലോചിക്കുന്നത്. തന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നത് അവൾ ശ്രദ്ധിച്ചു കാണും. അതാരാ ശരിക്കും? ഇന്ന് രാവിലെ വന്ന കനകമ്മ ചേച്ചിയും കണ്ണേട്ടനും. അത് കനകമ്മ, കണ്ണൻ. ആലോചിച്ചെടുക്കുമ്പോൾ ഒരു ചുഴലിക്കാറ്റിൽ പെടുന്നതുപോലെയാണ് തോന്നുന്നത്. ചിലപ്പോൾ ഓർക്കാൻ ശ്രമിച്ചത് മെല്ലെ മെല്ലെ തെളിഞ്ഞു വരും. അധികവും നിഷ്ഫലമാവുകയാണ് പതിവ്. ഇത് പക്ഷെ അങ്ങനെയല്ല. ഓർമ്മകളുടെ ഫ്രെയിം തെളിഞ്ഞു വരുന്നുണ്ട്. അതിൽ തന്റെ പഠനകാലവും പെടുന്നുണ്ടല്ലോ. നമുക്ക് പുഴയോരത്ത് പോവാം. അത് ടീച്ചറമ്മേ, പുറത്തേക്ക് പോവാൻ സമയമായി എന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് വടക്കോട്ട് പോവാന്നാ പറഞ്ഞത്. ഓക്കെ, ഇനി പറയൂ. എന്ത്? താൻ അവളുടെ പരിഭവം കാണാൻ വേണ്ടി ചോദിച്ചു. ടീച്ചറമ്മയോട് ഞാൻ മിണ്ടില്ല, എന്നെ കളിയാക്കല്ലേ. അവൾ പോവാൻ എഴുന്നേറ്റു. താനതുകൊണ്ട് ഉറക്കെ ചിരിച്ചു. ഇപ്പൊ പറയാം, പക്ഷേ എല്ലാം ഓരോരോ ഫ്രെയിം ആയിട്ടാണ് പറയാ. വേണ്ടത് ചോദിച്ചു മനസ്സിലാക്കണം. ഓക്കെ. അവൾ സന്തോഷത്തോടെ കസേര ഒന്നുകൂടെ വലിച്ചിട്ടിരുന്നു. ഇത് 1ാമത്തെ ഫ്രെയിം. പരപ്പനങ്ങാടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്. അതിൽ സൈഡ് സീറ്റിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടി. അവൾ B.Ed കോളേജിലേക്ക് പോവുകയാണ്. കയ്യിൽ ചാർട്ടും മറ്റു മോഡൽസും എല്ലാം ഉണ്ട്. ടീച്ചറമ്മ ഏത് കോളേജിലാണ് പഠിച്ചത്? മോഡൽ സ്കൂളിനടുത്തുള്ള ട്രെയിനിങ് കോളേജിൽ. ശരി, 2ാം ഫ്രെയിം പോരട്ടെ. ഫ്രെയിം 2. ശാരദാ മന്ദിരം സ്കൂളിനടുത്തുള്ള ടൊയോട്ടയുടെ ഷോറൂമിൽ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിന്റെ മതിലിനും ഇടയ്ക്കുള്ള ഇത്തിരി സ്ഥലത്ത് പ്ലാസ്റ്റിക് ടാർപ്പായ കൊണ്ടുണ്ടാക്കിയ ഒരു കൊച്ചുകൂര. പുറത്ത് ചെരുപ്പ് നന്നാക്കാൻ ഇരിക്കുന്ന പ്രായമുള്ള ഒരാൾ.
ടീച്ചറമ്മ പുറം കാഴ്ചകളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുമല്ലേ. അടുത്തൊരു ഫ്രെയിം വരട്ടെ. ആനിയമ്മ ഉത്സാഹത്തിലാണ്. ഫ്രെയിം 3. ബസിന്റെ സൈഡിലിരിക്കുന്ന പെൺകുട്ടി പുറത്തേക്ക് നോക്കിയപ്പോൾ കൂരയുടെ ഉള്ളിൽ മഞ്ഞയും പച്ചയും യൂണിഫോം ഇട്ട ഒരു പെൺകുട്ടി ഇരുന്ന് വായിക്കുന്നു. മാർച്ച് മാസമാണ്. അത് SSLC പരീക്ഷയുടെ സമയമായിരുന്നോ? അതെ. ടീച്ചർ ഇത് ശരിക്കും കണ്ടതാണോ? ഭാഗ്യം. ആ കുട്ടിക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? എനിക്ക് ആരും ഇല്ലാലോ. സാരമില്ല, എനിക്ക് ടീച്ചറമ്മയും ഇവിടെയുള്ള മറ്റെല്ലാവരും ഉണ്ടല്ലോ. അപ്പോ ഫ്രെയിം 4. നേരത്തെ ബസ്സിൽ കണ്ട പെൺകുട്ടി വേഗം കുടയുമായി രാമകൃഷ്ണ മിഷൻ സ്കൂളിലേക്ക് നടന്നു പോകുന്നു. നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയും ഉണ്ട്. കൂടെ ഒരു ചെറുപ്പക്കാരനും. അപ്പോഴേക്കും ടീച്ചറുടെ കല്യാണം കഴിഞ്ഞു അല്ലേ? ഹരിയേട്ടനാ കൂടെയുള്ളത്. ഹരിയേട്ടനെ പറ്റി വിചാരിക്കുമ്പോഴേക്കും മനസ്സിടാറാൻ തുടങ്ങും. ഹരിയേട്ടൻ കൂടെയുണ്ടായിരുന്ന കാലം ഒരിക്കലും കണ്ണു നിറയേണ്ടി വന്നിട്ടില്ല. തന്റെ സങ്കല്പ ലോകത്തെ യാഥാർത്ഥ്യവുമായി ഇണക്കി ചേർക്കാൻ സഹായിച്ച ആൾ. അങ്ങനെ ഒരാൾ ഇല്ലായിരുന്നെങ്കിൽ താൻ എന്താവുമായിരുന്നു? കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് അറിഞ്ഞില്ല. ടീച്ചറമ്മ കരയാണോ? എന്നാ ഇനി പറയേണ്ട, ഞാൻ പോവാ. ആനയമ്മയുടെ ശബ്ദം നേർത്തിരുന്നു. ഇല്ല മോളെ, കരയണില്ല, ഞാൻ പറയാം. അപ്പോൾ ഇത് എത്രാമത്തെ ഫ്രെയിമാ? അടുത്തത് 5-മത്തെയാ. ആനിമോൾ ഉത്സാഹം നിറഞ്ഞ ഒച്ചയോടെ പറഞ്ഞു. ഫ്രെയിം 5. പ്ലാസ്റ്റിക് കൂരക്കരികിലൂടെ നടന്നു നീങ്ങുന്ന ടീച്ചർ ചെരുപ്പ് പൊട്ടിയിട്ട് പെട്ടെന്ന് അവിടെ നിന്നു പോകുന്നു. ചെരുപ്പ് കുത്തിയായ മുന്നിലിരിക്കുന്ന ആൾ ചെരുപ്പ് നന്നാക്കി കൊടുക്കുന്നു. ടീച്ചർ നടക്കാൻ തുടങ്ങിയിട്ട് വീണ്ടും തിരിച്ചു വരുന്നു. അയാളോട് സംസാരിക്കുന്നു. പിന്നെ വിഷമത്തോടെ നടന്നു പോകുന്നു. അതെന്താ സംസാരിച്ചത്? ബസ്സിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട കുട്ടിയില്ലേ, അവളെപ്പറ്റി ചോദിച്ചതായിരുന്നു. പിന്നെ അവളുടെ അമ്മയെക്കുറിച്ചും. അമ്മ പെട്ടെന്ന് എന്തോ അസുഖം വന്ന് മരിച്ചുപോയി. മോൾ പ്രീ ഡിഗ്രിക്ക് ഗുരുവായൂരപ്പൻ കോളേജിൽ 3rd ഗ്രൂപ്പ് എടുത്ത് പഠിക്കുകയാണ്. അതെങ്ങനെ? ആ തെരുവിലുള്ള കുട്ടി, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരെങ്ങനെ രാത്രിയിൽ അന്തിയുറങ്ങും? ആ അച്ഛന് ഉറങ്ങാൻ കഴിയോ? അതേ മോളെ, അന്ന് വീട്ടിലെത്തിയിട്ട് എനിക്കും അതുതന്നെയായിരുന്നു മനസ്സിൽ. ഹരിയേട്ടനോട് ഇതും പറഞ്ഞ് ഒത്തിരി സംസാരിച്ചിരുന്നു. അന്ന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അപ്പോൾ ടീച്ചറമ്മയ്ക്ക് എല്ലാം ഓർക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ ഡോക്ടർ സാറിനെ വിളിക്കട്ടെ? അതൊക്കെ പിന്നെ വിളിക്കാം. നിനക്ക് ഈ കഥ കേൾക്കണ്ടേ മുഴുവനായി? വേണം. അപ്പോൾ അടുത്ത ഫ്രെയിം 6. സ്കൂളിൽ പോകും വഴി സ്വന്തം വീട്ടിൽ നിന്ന് താൻ കൊണ്ടുവന്ന പുസ്തകങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്ന ടീച്ചർ. അടുത്തത് എങ്ങനെ ഈ ഫ്രെയിമിൽ പറയാൻ കഴിയും? ഒന്ന് തല ചാരിയിരുന്ന് കണ്ണടച്ചു. അന്നൊരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. വൈകിയാണ് ഇറങ്ങിയത്. വരുന്ന വഴിയിൽ ഒരാൾക്കൂട്ടം. പരിചയമുള്ള സോഡ കച്ചവടക്കാരനോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് ചെരുപ്പ് നന്നാക്കുന്ന മുത്തുസ്വാമിയില്ലേ, കുറച്ചു നേരത്തെ ഇവിടെ കുഴഞ്ഞു കിടന്നു. കുറെ നേരമായിട്ട് എണീക്കാഞ്ഞപ്പോൾ ആരൊക്കെയോ കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ തന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഈശ്വര, അപ്പോൾ ആ കുട്ടിയുടെ? അവളപ്പോൾ കോളേജ് വിട്ട് എത്തിയിട്ടില്ല. അവൾ എത്തിയപ്പോൾ കോർപ്പറേഷൻകാരും മറ്റെല്ലാവരും കൂടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. തലയ്ക്കടിയേറ്റ പോലെ അവിടെ എത്ര നേരം നിന്നു എന്നറിയില്ല. പെട്ടെന്ന് ആരോ തോളിൽ തട്ടി വിളിച്ചപ്പോഴാണ് പരിസരബോധം ഉണ്ടായത്. ഹരിയേട്ടനാണ്. വാ, നമുക്ക് വീട്ടിൽ പോകാം. അതല്ല ഹരിയേട്ട, ആ കുട്ടി, അവൾ ഒറ്റയ്ക്കല്ലേ? അല്ല, ആരെങ്കിലും ഉണ്ടോ? തങ്ങളുടെ സംഭാഷണം കേട്ട് ആ സോഡ കച്ചവടക്കാരൻ അടുത്തേക്ക് വന്നു. ഞാനും ഒപ്പം സ്ഥലത്തില്ലായിരുന്നു. കുപ്പികൾ എടുക്കാൻ പോയതായിരുന്നു. എന്നും കഴിയുന്ന കുട്ടിയല്ലേ, അവർക്ക് അങ്ങനെ സ്വന്തക്കാരൊന്നുമില്ല. നമുക്കൊന്ന് പോയി നോക്കാം. നിങ്ങളും ടീച്ചറും വരുന്നോ? ഓട്ടോയിൽ കയറി മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ അവർ ശ്മശാനത്തിൽ പോവാനുള്ള തിരക്കിലായിരുന്നു. അപ്പാ അപ്പാ എന്ന് തേങ്ങിക്കൊണ്ട് ആ മോൾ ഒറ്റയ്ക്ക് ആംബുലൻസിൽ കയറുന്ന കാഴ്ച. പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. തങ്ങളും അതിൽ കയറി. ടീച്ചറമ്മേ, വെള്ളം വേണോ? എന്താ പറ്റിയേ? പെട്ടെന്നൊരു പരവേശത്തിൽ ചാരിയിരുന്നതാണ്. ആനിമോൾ കുലുക്കി വിളിക്കുകയാണ്. ഒന്നുമില്ല മോളെ, എന്താ കണ്ണടച്ചിരുന്നേ? റൂമിൽ പോണോ? വേണ്ട, കുറച്ച് വെള്ളം മതി. ഞാൻ ഓറഞ്ച് പൊളിച്ചിട്ടുണ്ട്, അത് തരാം. ഓരോ അല്ലികളായി അവൾ വായിൽ വെച്ചു തന്നു. ടീച്ചറമ്മേ, നമുക്ക് റൂമിലേക്ക് പോവാം. മോളെ, കുറച്ചു നേരം കൂടി നമുക്കിവിടെ ഇരിക്കാം. മൗനം തങ്ങൾക്കിടയിൽ കനത്തു നിന്നു. സൂര്യൻ കുന്നിന്റെ മുകളിൽ എത്തിയിരിക്കുന്നു. സൂര്യപ്രകാശം ജനലിലൂടെ മുറിയിൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നു. മഴ പെയ്തു തോർന്ന തെളിഞ്ഞ നീലാകാശം. പുറത്തും അകത്തുമെല്ലാം നിറയെ വെളിച്ചം. മുമ്പ് ഹരിയേട്ടന്റെയും മോന്റെയും കൂടെ എത്ര സന്തോഷമായിരിക്കുന്ന സമയമാണിത്. പറമ്പിലേക്ക് ഇറങ്ങിയാൽ ഈ സമയത്ത് തുമ്പികൾ പുല്ലുകൾക്കിടയിലൂടെ തന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്താ ടീച്ചറമ്മേ? ഒന്നുമില്ല, മനസ്സിന്റെ ഓരോ കാര്യങ്ങളെ. കുറച്ചുവരെ ഒരു കഥ ഓർക്കായിരുന്നു. ഇപ്പോൾ മറ്റൊന്നിലേക്ക് ചാടി. ടീച്ചറമ്മേ, നമ്മുടെ കഥയിൽ ഇനിയും ഫ്രെയിമുകളുണ്ടോ? അവൾ ആകാംക്ഷ അടക്കി പിടിച്ചതാണെന്ന് വ്യക്തമാണ്. ഇത് എത്രാമത്തെ ഫ്രെയിമാണ്? 7-മത്തെ ഫ്രെയിം. ശ്മശാനത്തിൽ ആളിക്കത്തുന്ന തീ. അതിനു സമീപം നിലത്ത് മുട്ടുകുത്തിയിരുന്ന് തലതല്ലി കരയുന്ന പെൺകുട്ടി. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയില്ലേ? ആനിമോൾ വേദവലാതിയോട് ചോദിച്ചു. അയ്യോ, ഇനി അവൾക്ക് ആരോ ഉള്ളത്? അവൾ എവിടെയാ പിന്നെ താമസിക്കുക? ടീച്ചറമ്മേ, പിന്നെ എന്താ ഉണ്ടായത്? നമുക്ക് ഫ്രെയിം ഒന്നും വേണ്ട. പിന്നെ എന്താ ഉണ്ടായത്? പെട്ടെന്ന് പറയൂ. അന്ന് ശ്മശാനത്തിൽ ഞങ്ങളെ കൂടാതെ കോർപ്പറേഷനിലെ 2 ജീവനക്കാരും പോലീസുകാരും ഉണ്ടായിരുന്നു. ഒരു വനിതാ പോലീസും. പെട്ടെന്ന് തന്നെ കുട്ടിയെ അനാഥ മന്ദിരത്തിലാക്കാനായിരുന്നു എല്ലാവരും പറഞ്ഞത്. പക്ഷെ അവൾക്ക് പരിചയമുള്ളത് തന്നെ മാത്രമാണല്ലോ. അവൾ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി.
വനിതാ പോലീസും അവളെ പരിചയമുള്ള കച്ചവടക്കാരന് എത്ര പറഞ്ഞിട്ട് ആ കുട്ടി തന്നെ വിടാൻ കൂട്ടാക്കിയില്ല. ഞങ്ങളും ധർമ്മസങ്കടത്തിലായിരുന്നു. ഈ അവസ്ഥയിൽ കുട്ടിയെ എന്താ ചെയ്യേണ്ടത്? എവിടെ നിന്നോ വന്ന ധൈര്യം എടുത്ത് ഏട്ടനോട് ചോദിച്ചു, നമുക്കിവിടെ കുറച്ചു ദിവസം നമ്മുടെ കൂടെ നിർത്തിയാലോ? ഏട്ടനൊന്നും മിണ്ടിയില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കുട്ടിയെ തങ്ങളുടെ കൂടെ വിടുകയാണ് എന്നൊരു രേഖയിൽ ഒപ്പിട്ട് കൊടുത്തു. അവൾ താമസിക്കുന്നിടത്ത് പോയി അവളുടെ കുറച്ച് വസ്ത്രങ്ങളും പുസ്തകങ്ങളും അവളുടെ അപ്പന്റെ കുറെ സാധനങ്ങളും എടുത്ത് താമസ സ്ഥലത്തേക്ക് പോന്നു. 1-2 ദിവസം അവളുടെ കണ്ണീർ തോർന്നില്ല. പിന്നെ എങ്ങനെയോ ഉള്ളിലൊരു ധൈര്യം വന്നെന്ന് തോന്നുന്നു. പിന്നെ ഹരിയേട്ടൻ തന്നെ മുൻകൈയെടുത്ത് കോളേജിലെ മാനേജ്മെന്റിനോട് സംസാരിച്ചു ഹോസ്റ്റലിലേക്ക് മാറ്റി. അവരുടെ ലോക്കൽ ഗാർഡിയൻ ഞങ്ങളായിരുന്നു. പക്ഷെ ഇക്കാര്യമൊന്നും ഞങ്ങളുടെ രണ്ടാളുടെയും വീട്ടിൽ അറിയിച്ചിരുന്നില്ല. അങ്ങനെയൊന്നും അത്രയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നായിരുന്നു ഞങ്ങൾ കരുതിയത്. പക്ഷെ കുറെ കാലം കഴിഞ്ഞത് പറഞ്ഞപ്പോൾ അവരും കൂടെ തന്നെ നിന്നു. ഞങ്ങൾ ഇടയ്ക്കൊക്കെ കോളേജിൽ പോയി അവളെ കാണും. പഠിക്കാൻ മിടുക്കിയായിരുന്നു. ഭാഗ്യമുള്ള കുട്ടി. അവൾ എന്റെ ടീച്ചറമ്മയുടെ അനിയത്തിയായി മാറിയല്ലോ. എന്നിട്ട് ആ കുട്ടി ഇപ്പോൾ ഇവിടെയുള്ളത്? നിനക്കറിയാലോ അവളെ. ആരാ? ഇന്ന് രാവിലെ ഇവിടെ ആരാ വന്നത്? ദൈവമേ, കനകമ്മ ചേച്ചിയോ? അപ്പോൾ കണ്ണേട്ടനോ? നമ്മുടെ കനകമ്മ നന്നായി പഠിച്ചൊരു ജോലി വാങ്ങി. അവളെപ്പോലെ അനാഥനായ അവളുടെ അതേ ഡിപ്പാർട്ട്മെന്റിൽ ജോലിയുള്ള കണ്ണനുമായി വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ ഇടയ്ക്കൊക്കെ അവരെ കാണാറുണ്ടായിരുന്നു. ഇതൊരു സിനിമാ കഥയേക്കാളും സൂപ്പറാണല്ലോ. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തോ ഇപ്പോൾ വല്ലാത്ത ശൂന്യത തോന്നുന്നു. അധികം ഓർമ്മകൾ ഇല്ലാതിരുന്നതായിരുന്നു കൂടുതൽ നല്ലത്. പുറത്തേക്ക് നോക്കിയിരുന്നു. കിളികളെല്ലാം കൂടെ അണയാനുള്ള തിരക്കിലാണ്. സൂര്യൻ കുന്നുകൾക്കിടയിലേക്ക് മെല്ലെ താണുകൊണ്ടിരുന്നു. ടീച്ചറമ്മേ, പ്രെയർ ഹാളിലേക്ക് പോവാൻ സമയമായി. അവിടെ നിന്നുള്ള മണിനാദം മുഴങ്ങിയപ്പോൾ ആനിമോൾ എഴുന്നേറ്റ് കൊണ്ടു പറഞ്ഞു, നമുക്കിന്ന് പോവണ്ട. വല്ലാത്തൊരു ക്ഷീണം. ഒന്ന് കിടക്കണം. മുറിയിലേക്ക് തന്നെ പോവാം. സൂര്യരശ്മികൾ ചെഞ്ചായം പൂശിയ വെളുത്ത ടൈലുകൾ പതിച്ച തറയിലൂടെ ആനിയമ്മ നടന്നു. വീൽ ചെയറിൽ കൂടെ ഞാനും. ഞാൻ എന്നെ ഓർത്തെടുക്കുമ്പോൾ ജയശ്രീ കോലഞ്ചേരി എഴുതി അവതരിപ്പിച്ച കഥയോടുകൂടി ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു. സാഹിത്യരംഗം സമാപിക്കുന്നു.